അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സകല സ്തോത്രങ്ങളും അർപ്പിക്കട്ടെ. അൽഹംദുലില്ലാഹി അലൈഹി തവക്കൽതു അലൈഹി ഫലിയതവക്കലിൽ മുതവക്കിലൂൻ. സഹോദരങ്ങളെ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ജനങ്ങളെ ഭരിക്കുന്നതാണ് ജനാധിപത്യം. ജനാധിപത്യ വ്യവസ്ഥയെ പറ്റിയുള്ള ലോക പ്രസക്തമായ ഈ നിർവചനം ഇന്ന് കേട്ടിരിക്കാത്തവർ കുറവാണ്. എബ്രഹാം ലിങ്കൻ ജനാധിപത്യത്തിന് നൽകിയ ഈ നിർവചനം ഇന്ന് ആധുനിക രാഷ്ട്രീയത്തിന്റെ മുഖമുദ്രയാണ്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എങ്കിലും ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് വിവിധങ്ങളായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് വർഗീയത എന്നുള്ളത്. രാഷ്ട്രീയ ഉദ്ദേശങ്ങളോടെ മതത്തെ വളരെ സംഘടിതമായി ദുരുപയോഗം ചെയ്യുന്നതിനായി തെക്കേ ഏഷ്യയിൽ നിന്നും വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന വർഗീയത എന്നത് വ്യക്തികളോ ഗ്രൂപ്പുകളോ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ ഏതെങ്കിലും മതത്തെയോ സമുദായത്തെയോ കൂട്ടുപിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെയാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വർഗീയത എന്ന് വിളിക്കുന്നത്. ആധുനിക ഇന്ത്യയിൽ വർഗീയത മതത്തിന്റെ പേരിലല്ല, മറിച്ച് രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ മതത്തെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അധികാരം കൈക്കലാക്കാനുള്ള രാഷ്ട്രീയക്കാരന്റെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ കയ്യിലുള്ള ഉപകരണങ്ങൾ മാത്രമാണ് വർഗീയവാദമെന്ന് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ മഹാപ്രസ്ഥാനങ്ങളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്നിവ പാശ്ചാത്യ ആശയങ്ങളായ ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം എന്നിവ പറയുമ്പോൾ മറ്റു ചില സംഘടനകൾ, ഉദാഹരണത്തിന് BJP പ്രവർത്തിക്കുന്ന RSS, വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ ഹിന്ദു മത സംഘടനകളുടെ ആശയങ്ങൾ കൈക്കൊണ്ടാണ്. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം, സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ മുഖമുദ്ര എങ്കിൽ വികസനത്തിലും പാർശ്വാലിറ്റി കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇതുപോലെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഭ്രഷ്ടാചാരം എന്നുള്ളത്. രാഷ്ട്രീയ അഴിമതി, ഭരണഘടനാപരമായ വ്യവസ്ഥകളെ ദുരുപയോഗം ചെയ്യുന്നത് പൊതുപ്രവർത്തകരിൽ നിന്ന് ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന്റെ മുഖ്യ കാരണമായി മാറുകയാണ്. ജനങ്ങൾക്കെതിരായ അധികാര ദുരുപയോഗവും പെരുകുകയാണ്. ആപത്ത് വ്യാപകമായ ആശങ്ക ജനങ്ങളിൽ നിറയുകയാണ്. വിശ്വസനീയമായ രാഷ്ട്രീയപരമായ സംരക്ഷണം ലഭ്യമാകുന്നില്ല എന്ന അനുഭവം ജനാധിപത്യത്തിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു. എങ്കിലും ഈ വെല്ലുവിളികൾക്ക് മറുപടിയായി നമ്മുടെ രാജ്യത്തിന് നിരവധി സാധ്യതകളുമുണ്ട്. യുവജനങ്ങളുടെ രാഷ്ട്രീയത്തിൽ പങ്കാളിത്തം ഒരു വലിയ പ്രതീക്ഷയാണ്. യുവാക്കളിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയും ചിന്തകളും സൃഷ്ടികൾക്കും ഈ രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കും വലിയ ഉപകാരമാണ്. സഹോദരങ്ങളെ, നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഭാവിയെ ആശയശക്തവും വിശ്വാസ്യതയും സൃഷ്ടിപരവുമായ ഒരു മാർഗത്തിലേക്ക് നയിക്കുന്നതിനായി ഓരോ പൗരനും ശക്തമായ പങ്കാളികളാകേണ്ടതുണ്ട്. ജനാധിപത്യവും നീതിയും സുസ്ഥിരതയും നമ്മുടെ ഭരണകൂടത്തിന്റെ അടിസ്ഥാന തൂണുകളായിരിക്കണം. ശ്രേഷ്ഠ ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ പരിവർത്തനാത്മകമായ മാർഗത്തിലേക്ക് നയിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ശ്രേഷ്ഠ ഭാരതത്തിന് വേണ്ടിയുള്ള ഈ യാത്രയിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്, ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതുണ്ട് എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിൽ സനവിവാഹ വിഭാഗം സ്പീച്ച് മലയാളം മത്സരം തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് നെക്സ്റ്റ് കോൾ ലെറ്റർ ബി ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഭിവന്ദരായ ഉസ്താദുമാരെ, മറ്റു എന്റെ മുമ്പിൽ ഇരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാം ഇവിടെ സംഗമിച്ച പോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൻ നഈമിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജനാധിപത്യത്തിന്റെ ആശയാദർശങ്ങൾ പോലും
ലംഘിക്കപ്പെടുകയും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന സമകാലിക ഇന്ത്യയിൽ ഇന്ത്യൻ രാഷ്ട്രീയം വെല്ലുവിളികളും സാധ്യതകളും എന്ന കാലിക പ്രസക്തമായ വിഷയത്തിൽ അല്പം നിങ്ങളുമായി സംവദിക്കലാണ് എന്റെ ആഗമന ഉദ്ദേശം. നാഥൻ തൗഫീഖ് നൽകിയിരിക്കുമാറാകട്ടെ. സമാനതകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അടിത്തറയുടെ മേൽ കെട്ടിപ്പൊക്കിയ ഈ രാജ്യത്തിന്റെ അടിത്തറ പലപ്പോഴും ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്, അഥവാ ശിഥിലമാക്കുകയാണ്. 2 നൂറ്റാണ്ടുകളും നിലനിന്ന വൈദേശികാധിപത്യത്തിനെതിരെ ജാതിമത ഭേദമന്യേ പോരാടിയതിന്റെ അനന്തര ഫലമായിട്ടാണ് 1947 ഓഗസ്റ്റ് 15 ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഈ രാജ്യം നേരിട്ട മുഖ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ശക്തമായ ഒരു രാഷ്ട്ര സംവിധാനം രൂപവത്കരിക്കുക എന്നതായിരുന്നു. 3 വർഷത്തെ ദൈർഘ്യത്തിൽ പലതരം ചർച്ചകൾക്കും ഉപരിചർച്ചകൾക്കും ഒടുവിൽ തീർത്തും കുറ്റമറ്റ ഒരു രാഷ്ട്ര സംവിധാനം അഥവാ ഒരു ഭരണഘടന നിലവിൽ വരികയും ചെയ്യും. എന്നാൽ ആ ഭരണഘടനയിലെ മഹത്തായ ആശയാദർശങ്ങൾ പലപ്പോഴും ഫാസിസത്തിന്റെ തീച്ചുളയിൽ കത്തിയിരിക്കുന്നത് നാം ഇവർക്കും കാണേണ്ടി വരും. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പാതകൾ കൊട്ടിയടക്കപ്പെടുകയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പാതകൾ മലർക്കെ തുറക്കപ്പെടുകയും സാധാരണക്കാരന്റെ അവകാശങ്ങൾ അടർന്നു വീഴുന്ന അറവുശാലയായി ഇന്ത്യ മാറി. കേവലം അധികാരത്തിനു വേണ്ടി മാത്രം നെഹ്റുവിനും ഗാന്ധിക്കും പിന്നിൽ സ്വാതന്ത്ര്യത്തിനായി ഒറ്റക്കെട്ടായി അണിനിരന്ന മുൻഗാമികളുടെ പിന്മുറക്കാരെ കീറിമുറിച്ച് തമ്മിലടിപ്പിച്ചു. ഇത്തരം കുതന്ത്രങ്ങൾ എത്രത്തോളം ഫലവത്തായി എന്നതിന്റെ തെളിവാണ് തുടർച്ചയായ 3 തെരഞ്ഞെടുപ്പുകളിലെയും BJPയുടെ വിജയം. കോൺഗ്രസും BSPയും DMKയും CPMും അടക്കം ബഹുഭൂരിപക്ഷം വന്ന രാഷ്ട്രീയ കക്ഷികൾ ഇന്ത്യ മുന്നണിക്ക് കീഴിൽ അണിനിരന്നിട്ട് കൂടിയും ഭരണകക്ഷികളുടെ എണ്ണം കുറയ്ക്കാൻ സാധിച്ചു എന്നതിലുപരി അവരുടെ തുടർഭരണത്തെ ചെറുക്കാൻ സാധിച്ചിട്ടില്ല എന്ന സത്യം നാം തിരിച്ചറിയണം. സുഹൃത്തുക്കളെ, സമകാലിക ഇന്ത്യയിൽ ദളിതരും ആദിവാസികളും പട്ടികജാതി പട്ടികവർഗങ്ങളും ക്രൂരമായ മർദ്ദന പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. മണിപ്പൂർ കത്തിയെരിയുന്ന ഘട്ടത്തിൽ അധികാര കസേരയിൽ നിന്ന് എത്തരത്തിലുള്ള ഇടപെടലാണ് ഉണ്ടായത്? മാത്രമല്ല, കലാപഭൂമി ഒന്ന് സന്ദർശിക്കാനോ അവർക്ക് വേണ്ടി ഒന്ന് വായ തുറക്കാൻ പോലും മാർജവം കാണിച്ചില്ല BJP സർക്കാർ. ഇതാണോ നെഹ്റു തന്ന ഇന്ത്യ? ഇതാണോ ഗാന്ധി തന്ന ഇന്ത്യ? ഇതിനായിരുന്നോ 47 മുമ്പ് ഈ രാജ്യം രക്തക്കളമായത്? അതുപോലെ തന്നെ മനസ്സിലാക്കണം, മണിപ്പൂർ കത്തിയെരിയുന്ന ഘട്ടത്തിൽ മണിപ്പൂരിന്റെ തെരുവ് വീതികളിലൂടെ 2 മെയ്തി സ്ത്രീകളെ നഗ്നരാക്കി പൊതുജനങ്ങൾക്ക് മുമ്പിലൂടെ നടത്തിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്നത് എന്തേ ഈ രാജ്യം അറിയാൻ മാസങ്ങൾ എടുത്തത്? എന്തേ ഈ രാജ്യം അറിയാൻ മാസങ്ങൾ എടുത്തത്? സ്ത്രീ സുരക്ഷ എന്നത് ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കൻ രാജ്യത്ത് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല? അതുപോലെ തന്നെ തങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരെയും വിമർശിക്കുന്നവരെയും പ്രതിക്കൂട്ടിലാക്കുന്ന സംഭവങ്ങൾ. എന്തേ ഈ രാജ്യത്ത് ജനാധിപത്യം ഇല്ലാതായോ? എന്തേ ഈ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം പോയോ? എന്തിനേറെ പറയണം, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ, 100-ൽ പരം ജനപ്രതിനിധികളെ ഒരു വേള പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ സംഭവം പോലും ഇന്ത്യക്ക് കാണേണ്ടി വന്നു. എന്തു ലജ്ജകരം, എന്തൊരു സംബന്ധം, എങ്ങോട്ടേക്കാണ് ഈ രാജ്യത്തിന്റെ സഞ്ചാരം? അതുപോലെ തന്നെ പലവിധം ജാതിയും മതവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന വൈവിധ്യത തുളുമ്പി നിൽക്കുന്ന ഈ രാജ്യത്ത് ഇന്ത്യ വന്നൊരൊറ്റ സമുദായത്തിന്റെ സർക്കാരായി ഇന്ത്യ ഗവൺമെന്റ് മാറി. എത്രത്തോളം എന്നാൽ രാജ്യത്ത് പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്ന മഹത്തായ മുഹൂർത്തത്തിൽ പോലും ഉദ്ഘാടന കർമ്മം ഒന്നടങ്കം ഹിന്ദുത്വവത്കരിച്ച് ലോകത്തിന് മുമ്പിൽ ഇന്ത്യ അപമാനിച്ചു. വർഗീയത എന്ന വിഷം തുപ്പി ഇന്ത്യയെ ഹിന്ദു എന്നാക്കി, മുസ്ലിം എന്നാക്കി, ക്രിസ്ത്യൻ എന്നാക്കി. പലപ്പോഴും മതേതരത്വം എന്നത് കാറ്റിലൂടെ പറന്നു നടന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രാജ്യം സുവ്യവസ്ഥാപരമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികളും ദേശശില്പികളും എന്താണോ ആഗ്രഹിച്ചത് അത് നടപ്പിലാക്കലാണ്. അത് സ്നേഹമാണ്, സമാധാനമാണ്, സഹവർത്തിത്വമാണ്. അതാണ് യഥാർത്ഥ ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് സമാധാനപൂർവ്വം ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കുക, ബിദായ വിഭാഗം കോൺവെർസേഷൻ ഉറുദു വേദി 4-ൽ ആരംഭിക്കുകയാണ്. കോലറ്റർ സ്വീകരിക്കാൻ വേണ്ടി എല്ലാ മത്സരാർത്ഥികളും എത്രയും പെട്ടെന്ന് തന്നെ വേദി 4-ൽ എത്തിച്ചേരേണ്ടതാണ്. വേദിയിൽ മലയാള സ്പീച്ച് മത്സരം തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് നെക്സ്റ്റ് കോൾ ലെറ്റർ C ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുവന്യരായ ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ നിറഞ്ഞ മുത്താലിം സുഹൃത്തുക്കളെ, ഞാൻ ഈ ഒത്തുകൂടിയതിനെ ഞാൻ സോലിയായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയ നിറഞ്ഞവരെ, ജനകോടികളുടെ ജീവിത സ്പന്ദനമായ ഇന്ത്യ രാഷ്ട്രം അച്ചടി ദൃശ്യശായ മാധ്യമങ്ങളിലൂടെ വിദേശ അജണ്ടയുടെ കേൾവിയായി മാറിയ ഈ സമകാലിക ഇന്ത്യയിൽ ഇന്ത്യ രാഷ്ട്രം വെല്ലുവിളികളും സാധ്യതകളും എന്ന തലക്കെട്ടിൽ ഇന്ത്യ രാഷ്ട്രത്തിന്റെ വിസ്മരിക്കപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ അവലോകനം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ അവസരം കൊണ്ട് അനുഗ്രഹിച്ച ഞാൻ അതിന് സർവസ്തുതിയും രേഖപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹി കുല്ലിഹി. സുഹൃത്തുക്കളെ, സ്വതന്ത്ര ഇന്ത്യ രാഷ്ട്രത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ എടുത്തു പരിശോധിച്ചാൽ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും പാരമ്പര്യങ്ങളുടെയും കലവറയായ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായി കാണുന്നത്. നാം എല്ലാവരും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്കാരാണെന്ന് പറയാൻ അഭിമാനം കൊള്ളുന്നത് രാഷ്ട്രവൈവിധ്യം തന്നെയാണ്. വൈവിധ്യ മതങ്ങളും ആചാരങ്ങളും അവയെ പിന്തുടരുന്നവരെ തന്റെ മതാചാരങ്ങളെ വിഷയമായി കണക്കാക്കുകയും ഇത്തരം മതാചാരങ്ങളെ അവയെ പിന്തുടരുന്നവരെ വിവേചന ബുദ്ധിയോടെ കാണുകയും ചെയ്യുന്നതെല്ലാമാണ് വൈവിധ്യം. ഇതൊരു തലത്തിലൂടെ നോക്കുമ്പോൾ ഇന്ത്യ രാഷ്ട്രത്തിന് വെല്ലുവിളിയാകാൻ ഇത് തന്നെ വലിയ കാരണമാകുന്നു. മാത്രമല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ദിനം പ്രതിഷ്ഠിച്ചു വരുന്നുണ്ടെങ്കിലും ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഇന്നും പോഷകാഹാരം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ആരോഗ്യ പരീക്ഷിക്കുക എന്നിവയുടെ കുറവ് മൂലം പിടിമുറുക്കൊണ്ടേയിരിക്കുകയാണ്. ദരിദ്രരേഖ താഴെയുള്ളവരുടെ എണ്ണത്തിൽ പറയത്തക്ക വിധം ഇടിവരാത്ത അസമത്വം മൂലം ഉടലെടുക്കുന്ന പ്രതിസന്ധികളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നിർദ്ദിഷ്ട വ്യക്തികളിലേക്കോ അല്ലെങ്കിൽ പ്രദേശങ്ങളിലേക്കോ ഒഴുക്കപ്പെടുന്നതിനാലും അല്ലെങ്കിൽ സാമൂഹിക അസമത്വം ഏൽക്കപ്പെട്ട വ്യക്തികളിലേക്കോ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തിരിച്ചുവിടാൻ സാധിക്കാത്തതുമെല്ലാമാണ് ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ. നമുക്കറിയാം, ഈ സമീപകാലങ്ങളിൽ ഭാരതം അഴിമതിയുടെയും അരാജകത്വത്തിന്റെയും ഗ്രഹ്യമായി വളർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്ക് പുറമെ ജനസേവകരായ ഭരണകർത്താക്കൾ പോലും അഴിമതിയിൽ മുങ്ങി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ എത്ര പ്രധാനപ്പെട്ടതാണ് തന്റെ ഇഷ്ടക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ന്യൂനപക്ഷരായ സമ്പത്തിലേക്ക് ഒഴിക്കുന്ന മോദി സർക്കാരിന്റെ നിഗൂഢമായ അജണ്ട. ഐറിഷ് ചെയർമാനായ കൺസർവേഡിന്റെ 2003 കണക്കനുസരിച്ച് 114 ലോകദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിൽ 101 സ്ഥാനത്ത് ഇന്ത്യ കൂപ്പുകുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എത്രത്തോളം ദരിദ്ര രാജ്യമാക്കാനാണ് മോദി സർക്കാർ വഹിച്ച പങ്ക് തന്നെ നമുക്ക് മനസ്സിലാകും. ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ ഇപ്പോഴത്തെ ഭരണപക്ഷം തന്നെയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയ്ക്കും നവീകരണത്തിനും ശക്തമായ എഞ്ചിനുകളായാണ് ഇന്ത്യൻ യുവജന സഖ്യത്തെയും വളർന്നു വരുന്ന സംരംഭ മനോഭാവത്തെയും കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ രാഷ്ട്രത്തിന്റെ സാധ്യതകൾ മുതലെടുത്ത് കുറച്ചു കാലം മാത്രം ജീവിച്ച് ഇന്ത്യയുടെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണ എന്നീ മേഖലകളിൽ രാജ്യത്തിന് അതുല്യമായ സംഭാവനകൾ നൽകി. പിൻകാല ജനസമൂഹത്തിന് ഇന്ത്യയുടെ സാധനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ മാതൃകയായി മാറിയ സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ എല്ലാ സാധ്യതകളിലേക്കും വെളിച്ചം വീശുന്ന ഒരു വറ്റം വിളക്കുകളിൽ മാത്രമാണ്. അതുപോലെ തന്നെ ഈ സമീപകാലങ്ങളിൽ ഇന്ത്യ ധാരാളം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയിലും. അതുകൊണ്ട് ഞാൻ തലമുറയിലെ ആളുകൾ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുക.
അതുപോലെ തന്നെ നമ്മൾ രാജ്യത്തിനെ സ്നേഹിക്കുക. നമുക്ക് കാണാൻ സാധിക്കും ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ. രാജ്യത്തെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാന്റെ ശാഖയിൽ പെട്ടതാണ്. ഇത്രയും ഞാൻ കൂടുതൽ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കുക, ബിദായ വിഭാഗം കോൺവെർസേഷൻ ഉറുദു മത്സരത്തിനുള്ള വിദ്യാർത്ഥികൾ വേദി 4ലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരേണ്ടതാണ്. ശ്രദ്ധിക്കുക, ഇതുവരെ പുറത്തുവിട്ട മത്സര ഫലങ്ങളിൽ ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികളും എല്ലാ മത്സരാർത്ഥികളും ഫോട്ടോ ഗാലറിക്ക് സമീപം എത്തിച്ചേരേണ്ടതാണ്. ശ്രദ്ധിക്കുക, ഇതുവരെ പുറത്തുവിട്ട മത്സര ഫലങ്ങളിൽ ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയ മത്സരാർത്ഥികൾ ഫോട്ടോ ഗാലറിക്ക് സമീപം എത്തിച്ചേരേണ്ടതാണ്. ശ്രദ്ധിക്കുക, വേദി 1-ൽ സോങ് ഉറുദു മത്സരത്തിനുള്ള വിദ്യാർത്ഥികൾ കോൾ ലെറ്റർ സ്വീകരിക്കാൻ വേണ്ടി എത്തിച്ചേരേണ്ടതാണ്. ഉല വിഭാഗം സോങ് ഉറുദുവിനുള്ള മത്സരാർത്ഥികൾ കോൾ ലെറ്റർ സ്വീകരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരേണ്ടതാണ്. സ്പീച്ച് മലയാള മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോൾ ലെറ്റർ D ഓൺ ദി സ്റ്റേജ്. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സമാദരണീയരായ ഉസ്താദ്മാരെ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നാം ഏവരെയും അവൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വേദിയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റുന്നതിന്റെ ഉദ്ദേശ്യം ഇന്ത്യൻ രാഷ്ട്രീയം, വെല്ലുവിളികളും സാധ്യതകളും എന്ന കാലിക പ്രസക്തമായ വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കാനാണ്. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർണത നിറഞ്ഞ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അധികാര കസേരകളിൽ സ്ഥാനം മരക്കെട്ടുറപ്പിക്കാൻ ഏത് വഴിയും സ്വീകരിക്കുന്ന ഭരണകൂടവും വ്യവസ്ഥയുമാണ് ഇവിടെ നിലകൊള്ളുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ വോട്ടാണ് ഇവിടെ പ്രാധാന്യമെന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് വർഗീയതയിലേക്കും വിഭാഗീയതയിലേക്കും ഇന്ത്യയെ കൊണ്ടെത്തിക്കുന്നത്. ഭരണത്തിന്റെ ഹുങ്കിൽ ഉത്തരവാദിത്വവും കടമകളും മറന്നുപോയ അല്ലെങ്കിൽ മറന്നതായി നടിക്കുന്ന ഭരണകൂടങ്ങൾക്ക് കീഴിൽ അടിച്ചമർത്തലുകൾക്കും തഴയലുകൾക്കും പാത്രമായി കൊണ്ടിരിക്കുകയാണ്. ഓരോ ന്യൂനപക്ഷ വിഭാഗങ്ങളും എന്നുള്ള തിരിച്ചറിവ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രശസ്ത ഉറുദു കവി അല്ലാമ ഇഖ്ബാൽ പാടുന്നു, മദ്ഹബ് നഹീ സിഖാത്താ ആപസ് മേ ബേർ രഖ്നാ, ഹിന്ദി ഹേ ഹം വതൻ ഹേ ഹിന്ദുസ്ഥാൻ ഹമാരാ. മതങ്ങൾ പരസ്പരം ശത്രുതയെ പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഇന്ത്യക്കാരാണ്, ഹിന്ദുസ്ഥാൻ നമ്മുടെ രാജ്യമാണ്. ഇതായിരുന്നു നമ്മുടെ ഇന്ത്യ. ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനും സിഖുകാരുമെല്ലാം ജാതി മതഭേദമന്യേ ഒത്തൊരുമയുടെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും നാടകീർത്ത നാടായിരുന്നു നമ്മുടെ ഇന്ത്യ. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇന്നത്തെ അവസ്ഥ? ഇന്ന് സാഹചര്യങ്ങൾ അടിമുടി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അഴിമതികളും കോയകളുമായി ഖജനാവ് ദൂർത്തടിക്കുന്ന ഗവൺമെന്റ് വരുമാന സ്രോതസ്സുകൾ എല്ലാ കോർപ്പറേറ്റ് ഭീമന്മാർക്കും മറിച്ചു വിൽക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മൂലം നമ്മുടെ രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വിള്ളലേൽപ്പിക്കുന്നത് നാം കാണാതെ പോകരുത്. അധികാര തുടർച്ചക്കായി എത്ര ജീവനാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നവരെ UPA ചുമത്തി ജയിലിൽ അടക്കുന്നു.
പ്രതിപക്ഷ നേതാക്കളെ NDA വിട്ടുവിരട്ടുന്നു. മാധ്യമ സ്ഥാപനങ്ങളെ റൈഡ് ചെയ്യുന്നു, ബഹിഷ്കരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നോ അതെല്ലാം BJP സർക്കാർ ഇന്ന് നമ്മുടെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ ഏകാധിപത്യ രാജ്യമാക്കാനാണ് ഇന്ന് BJP സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അധിക രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കായി പൗരത്വ ബില്ലിലൂടെയും മറ്റും മുസ്ലിമീങ്ങളെ പുറത്താക്കി അതിലൂടെ ഭൂരിപക്ഷം നേടാനാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇന്ത്യ എന്ന പേരിനെ പോലും NDA വഹിക്കുന്നതിന് വ്യക്തമായ തെളിവാണ് അസദുദ്ദീൻ ഉവൈസിയുടെ നേതൃത്വത്തിലുള്ള മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമിനെ പോലെ ഏതാനും ചില പാർട്ടികളുടെ നിസ്സഹകരണം ഒരു പ്രതിസന്ധി തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രത്യേകത അത് വിവിധ ഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതാണ്. അതുവഴി വോട്ട് വർഗീകരണം തടയുന്നതിലൂടെ ഒരു ഐക്യമുന്നണി ഗവൺമെന്റ് രൂപീകരണത്തിലൂടെ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും പരിഗണിക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണി നിലവിൽ വരും എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടതും. ഗാന്ധിജി ആഗ്രഹിച്ചതുപോലെ ഉമറിന്റെ ഭരണമാണ് ഇവിടെ വേണ്ടത്. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രദ്ധിക്കുക, ഉല വിഭാഗം സോങ് ഉറുദുവിനുള്ള മത്സരാർത്ഥികൾ കോൾ ലെറ്റർ സ്വീകരിക്കാൻ വേണ്ടി വേദിയൊന്നിൽ എത്തിച്ചേരേണ്ടതാണ്. ശ്രദ്ധിക്കുക, ഉല വിഭാഗം സോങ് ഉറുദുവിനുള്ള മത്സരാർത്ഥികൾ കോൾ ലെറ്റർ സ്വീകരിക്കാൻ വേണ്ടി വേദി ഒന്നിൽ എത്തിച്ചേരേണ്ടതാണ്. വേദിയിൽ മലയാള സ്പീച്ച് മത്സരം തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് നെക്സ്റ്റ് കോൾ ലെറ്റർ F ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദുമാരെ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹമസ്തരനായ വിദ്യാർത്ഥി മിത്രങ്ങളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹ് അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയരെ, ജനകോടികളുടെ ജീവിത സ്പന്ദനമായ ഇന്ത്യ രാഷ്ട്രം ഇന്ന് അച്ചടി ചിത്രശ്രാവ്യ മാധ്യമങ്ങളിലൂടെ വിദേശ അജണ്ടയുടെ കേൾവിയായി മാറിയിരിക്കുന്ന സമകാലിക ഇന്ത്യയിൽ ഇന്ത്യ രാഷ്ട്രം വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ വിസ്മരിക്കപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ അവലോകനം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഈ അവസരം കൊണ്ട് അനുഗ്രഹിച്ച സർവനാഥനെ സർവസ്തുതികൾ നേരുന്നു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സഹോദരങ്ങളെ, സ്വതന്ത്ര ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ എടുത്തു പരിശോധിച്ചാൽ സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഭാഷകളുടെയും കലവറായ നമ്മുടെ ഭാരതത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായി കാണുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നാം എല്ലാം ഇന്ത്യക്കാരാണെന്ന അഭിമാനത്തോടെ പറയാൻ കൊള്ളുന്ന രാഷ്ട്ര വൈവിധ്യം തന്നെയാണ്.
നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൽ വൈവിധ്യമാർന്ന മതങ്ങളും ആചാരങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നിലകൊള്ളുന്നു. അത് സ്വന്തം മതത്തെയും സ്വന്തം ആചാരാനുഷ്ഠാനങ്ങളെയും വിഷയമായി കണക്കാക്കപ്പെടുകയും മറ്റു മതങ്ങളെയും മറ്റു ആചാരാനുഷ്ഠാനങ്ങളെയും വിവേചന ബുദ്ധിയോടെ കാണുകയും ചെയ്യുന്നതൊക്കെയാണ് വൈവിധ്യത്തിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. ഇത് മറ്റൊരു തലത്തോടെ നോക്കുമ്പോൾ രാഷ്ട്രത്തിന് വെല്ലുവിളിയാകാൻ ഇത് തന്നെ വലിയൊരു കാരണമായി മാറുകയാണ്. മാത്രമല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ദിനം പ്രതി പുഷ്ടിച്ചു വരുന്നുണ്ടെങ്കിലും ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും പോഷകാഹാരത്തിനും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിരക്ഷയ്ക്കും വേണ്ടി ദുരിതം അനുഭവിക്കുകയാണ്. ദാരിദ്ര്യരേഖ താഴെയുള്ളവരുടെ എണ്ണത്തിൽ പറയത്തക്ക വിധത്തിലുള്ള ഇടി വരുന്നതും അസമത്വം മൂലം ഉടലെടുക്കുന്ന രാഷ്ട്ര പ്രതിസന്ധികളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നിർദ്ദിഷ്ട വ്യക്തികളിലേക്കോ പ്രദേശങ്ങളിലേക്കോ മാത്രം ഒതുക്കി കൂട്ടുന്നതും അല്ലെങ്കിൽ സാമൂഹിക അസമത്വം ഏൽക്കപ്പെട്ട ജനങ്ങളിലേക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എത്തിക്കാൻ സാധിക്കാത്തതുമാണ് ഇന്ത്യ ഈ സമകാലിക കാലഘട്ടത്തിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. നമുക്കറിയാം, സമീപകാലങ്ങളിൽ ഭാരതം അഴിമതിയുടെയും അരാജകത്വത്തിന്റെയും ഗ്രഹമായി വളർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്ക് പുറമെ ജനസേവകരായ ഭരണകർത്താക്കൾ പോലും അഴിമതിയിൽ മുങ്ങി നടക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയട്ടെ, തങ്ങളുടെ ഇഷ്ടക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒരു പറ്റം ന്യൂനപക്ഷ സമ്പന്നരിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന മോദി സർക്കാരിന്റെ നിഗൂഢമായ അജണ്ട. ഇന്ത്യ രാഷ്ട്രം ലോക സമ്പന്നരുടെ പട്ടികയിൽ 5ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും ദാരിദ്ര്യരുടെ എണ്ണം വർഷാവർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഐറിഷ് ഏജൻസിയായ കൺസംവേർഡിന്റെ 2023 കണക്കനുസരിച്ച് നോക്കുമ്പോൾ 114 ദാരിദ്ര്യ രാഷ്ട്രങ്ങളിൽ ഇന്ത്യ ഇന്ന് 101ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയെ ഇത്രത്തോളം ദാരിദ്ര്യ രാഷ്ട്രമാക്കാൻ മോദി സർക്കാർ വഹിച്ച പങ്ക് എത്രത്തോളമാണെന്ന്. അതുപോലെ തന്നെ ഇത്തരം വെല്ലുവിളികൾക്കിടയിലും ചില സാധ്യതകളും നിലകൊള്ളുന്നുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിക്കും നവീകരണത്തിനുമുള്ള ശക്തമായ എഞ്ചിനുകളായാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ യുവജന സഖ്യത്തെയും വളർന്നു വരുന്ന സംരംഭത്വ മനോഭാവത്തെയും കണക്കാക്കുന്നത്. യുവജനങ്ങൾ അവരുടെ തൊഴിൽ മേഖലയിൽ ഏർപ്പെടുന്നത് മൂലം ജനസംഖ്യാനുപാതിക ലാഭവിഹിതം സൃഷ്ടിക്കാനും സമൂഹത്തിലെ സാമുദായിക പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കാനും ഇത് കാരണമാകുന്നു. ഇന്ത്യൻ സമൂഹത്തിലെ സാധ്യതകളെല്ലാം മുതലെടുത്ത് വിദ്യാഭ്യാസ, ആരോഗ്യ, സാമ്പത്തിക ശാക്തീകരണ മേഖലകളിൽ വളരെയധികം സ്വാധീനം ചെലുത്തി പിൻകാല സമൂഹത്തിന് ഒരു റോൾ മോഡലായി മാറിയ സ്വാമി വിവേകാനന്ദന് പോലും ഇന്ത്യക്ക് വെളിച്ചമേകിയ ഒരു പറ്റം വിളക്കുകളിൽ ഒരു വിളക്ക് മാത്രമാണ്. നമ്മുടെ രാഷ്ട്രം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ പാലിച്ചിരിക്കണം. ഹുബ്ബുൽ വതന് മിനൽ ഈമാൻ, ഈമാനിൽ പെട്ടതാണ് രാജ്യസ്നേഹം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ പറയുന്നുണ്ടല്ലോ, ഇന്ത്യ ഇസ് മൈ കൺട്രി. ഇതെല്ലാം ദൃഢ മനസ്സോടെ ഊന്നി പറഞ്ഞ് നമ്മൾ രാജ്യത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Judges, please note next call letter F on the stage. السلام عليكم ورحمة الله وبركاته.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി മിത്രങ്ങളെ, ഇത്തരമൊരു അസുലഭ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് സമക്ഷം സമഗതനാവാനും ഇന്ത്യൻ രാഷ്ട്രീയ വെല്ലുവിളികളും സാധ്യതകളും എന്ന കാലിക പ്രസക്തമായ വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർണത നിറഞ്ഞ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അധികാര കസേരകളെ സ്ഥാനമറക്കിട്ടുറപ്പിക്കാൻ ഏതു വഴിയും സ്വീകരിക്കുന്ന ഒരു ഭരണകൂടവും വ്യവസ്ഥയുമാണ് ഇവിടെ നിലകൊള്ളുന്നത്. ന്യൂനപക്ഷ വിരുദ്ധ പ്രചരണം കൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ വോട്ട് ഏകീകരിക്കുക എന്ന ഗൂഢലക്ഷ്യം തന്നെയാണ് വർഗീയതയിലേക്കും വിഭാഗീയതയിലേക്കും ഇന്ത്യയെ കൊണ്ടെത്തിക്കുന്നത്. ഭരണത്തിന്റെ ഹുങ്കിൽ ഉത്തരവാദിത്വവും കടമകളും മറന്നുപോയ, അല്ലെങ്കിൽ മറന്നതായി പഠിക്കുന്ന ഭരണകൂടങ്ങൾക്ക് കീഴിൽ അടിച്ചമർത്തലുകൾക്കും തായലുകൾക്കും പാത്രമായി കൊണ്ടിരിക്കുകയാണ് ഓരോരോ വിഭാഗങ്ങളും എന്ന വസ്തുത നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രശസ്ത ഉറുദു കവി അല്ലാമ ഇഖ്ബാൽ പാടുന്നു, മദ്ഹബിനെ ഹി സിഖാത ആപസ് മേ ബേർനിക്കന, ഇന്ത്യ ഹംവതൻ ഹേ ഹിന്ദുസ്ഥാൻ ഹമാര. മതങ്ങൾ പരസ്പരം ശത്രുതയെ പഠിപ്പിക്കുന്നില്ല, നമ്മൾ ഇന്ത്യക്കാരാണ്, ഹിന്ദുസ്ഥാൻ നമ്മുടെ രാജ്യമാണ്. ഇതായിരുന്നു നമ്മുടെ ഇന്ത്യ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനും സിഖുകാരനുമെല്ലാം ജാതി മതഭേദമന്യ ഒത്തൊരുമയുടെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാതൃക തീർത്ത നാടായിരുന്നു നമ്മുടെ ഇന്ത്യ. എന്നാൽ പ്രിയപ്പെട്ടവർ, എന്താണ് ഇന്നത്തെ അവസ്ഥ? ഇന്ന് സാഹചര്യങ്ങൾ അടിമുടി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കായി ഹിന്ദു മുസ്ലിമും വിദ്വേഷം പുറപ്പെടുവിപ്പിക്കുന്നു. അധികാര തുറച്ചക്കായി എത്ര ജീവനാണ് ഇന്ന് രാജ്യത്ത് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഴിമതികളും കോയകളുമായി ഖജനാവ് തൂർത്തടിക്കുന്ന ഗവൺമെന്റ് വരുമാന സ്രോതസ്സുകൾ എല്ലാ കോർപ്പറേറ്റ് ഭീമാന്മാർക്കും മറിച്ചു വിൽക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മൂലം നമ്മുടെ രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വിള്ളലേൽക്കുന്നത് നമ്മൾ ആരും കാണാതെ പോകരുത്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ ഏകാധിപത്യ രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇന്ന് BJP സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ കൊണ്ടുവരുന്ന എല്ലാ നിയമങ്ങളും അവരുടെ വോട്ട് ബാങ്കിനെ ആശ്രയിച്ചിരിക്കുന്നു. പൗരത്വ ബില്ലിലൂടെയും മറ്റും മുസ്ലിങ്ങളെ പുറത്താക്കി അതിലൂടെ ഭൂരിപക്ഷം നേടാനാകുമെന്നും അവർ വിശ്വസിക്കുന്നു. ഹിന്ദി ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ സ്ഥാനമുണ്ട്. അതിനാൽ തന്നെ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഈ സംസ്ഥാനങ്ങളിലെ വോട്ടുകൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഹിന്ദി ഭാഷയെ ഒരു ദേശീയ ഭാഷയാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. പ്രിയം നിറഞ്ഞവരെ, ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് സ്വതന്ത്രമാണ്. ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നവരെ UPA ചുമത്തി ജയിലിൽ അടക്കുന്നു, പ്രതിപക്ഷ നേതാക്കളെ ED വിട്ട് വിരട്ടുന്നു, മാധ്യമ സ്ഥാപനങ്ങളെ റൈഡ് ചെയ്യുന്നു, ബഹിഷ്കരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഭരണനിര കേന്ദ്രങ്ങളിലെ ഭരണകർത്താക്കളുടെ നീചമായ പ്രവർത്തനം മൂലം പ്രതികരിക്കാനും ചോദ്യം ചെയ്യാനും ഓരോ പൗരനും ഭയപ്പെടുന്ന അവസ്ഥയാണ്. അല്പമെങ്കിലും ആശ്വാസം പകരുന്നത് പ്രതിപക്ഷ സഖ്യത്തിന്റെ രൂപീകരണമാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുതു ഇന്ത്യക്ക് വേണ്ടി ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ പാർട്ടികൾ വിദ്വേഷവും തർക്കവും മറന്നുകൊണ്ട് ഒരുമിച്ചിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രതീക്ഷ നൽകുന്നു. ഇന്ത്യ എന്ന പേരിനെ പോലും NDA ഭയക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണ് അസദുദ്ദീൻ ഉവൈസിയുടെ നേതൃത്വത്തിലുള്ള മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമിനെ പോലെ ഏതാനും ചില പാർട്ടികളുടെ നിസ്സഹകരണം ഒരു പ്രതിസന്ധി തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രത്യേകത അത് വിവിധ ഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതാണ്. അതുവഴി വോട്ട് വർഗീകരണം തടയുന്നതിലൂടെ ഒരു ഐക്യ മുന്നണി ഗവൺമെന്റ് രൂപീകരണത്തിലൂടെ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും പരിഗണിക്കുന്ന ഒരു ഗവൺമെന്റ്, ഒരു രാഷ്ട്രീയ ഐക്യമുന്നണി നിലവിൽ വരുമെന്നുള്ളതാണ്. ഈ മാറ്റം തന്നെയാണ് നമുക്ക് വേണ്ടതും. എല്ലാവരെയും തുല്യമായി പരിഗണിക്കുമ്പോൾ അവിടെ നീതി നടപ്പിലാകൂ. ഗാന്ധിജി ആഗ്രഹിച്ച പോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമാണ് ഇവിടെ വേണ്ടത്. ഉമർ റളിയല്ലാഹു തങ്ങളുടെ ഭരണത്തെ പോലുള്ള നമുക്ക് ഭരണം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Judges, please note, next call letter G on the stage.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഭിവന്യരായ ഉസ്താദുമാരെ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ആഗതനായതിന്റെ ഉദ്ദേശം ഇന്ത്യൻ രാഷ്ട്രീയം, വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യാനാണ്. അതിനെനിക്ക് തൗഫീക്ക് നൽകിയ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹീനിൻ വഹാൽ. സുഹൃത്തുക്കളെ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ജനങ്ങളെ ഭരിക്കുന്നതാണ് ജനാധിപത്യം. ജനാധിപത്യ വ്യവസ്ഥയെ പറ്റിയുള്ള ഈ നിർവചനം കേട്ടിരിക്കാത്തവർ കുറവാണ്. എബ്രഹാം ലിങ്കൻ ജനാധിപത്യത്തിന് നൽകിയ ഈ നിർവചനം ആധുനിക രാഷ്ട്രത്തിനൊരു മുഖമുദ്രയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ എങ്കിലും ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് വിവിധങ്ങളായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് വർഗീയത എന്ന് പറയുന്നത്. രാഷ്ട്രീയ ഉദ്ദേശങ്ങളോടെ മതത്തെ വളരെ സംഘടിതമായി ദുരുപയോഗം ചെയ്യുന്നതിനായി തെക്കൻ ഏഷ്യയിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന വർഗീയത എന്നത് വ്യക്തികളോ ഗ്രൂപ്പുകളോ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ ഏതെങ്കിലും മതത്തെയോ സമുദായത്തെയോ കൂട്ടുപിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെയാണ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വർഗീയത എന്ന് പറയുന്നത്. ആധുനിക ഇന്ത്യയിൽ വർഗീയത മതത്തിന്റെ പേരിലല്ല, മറിച്ച് രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ ഏതെങ്കിലും മതത്തെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അധികാരം കൈക്കലാക്കാൻ രാഷ്ട്രീയക്കാരന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കയ്യിലുള്ള ഉപകരണം മാത്രമാണ് വർഗീയവാദം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ മഹാപ്രസ്ഥാനങ്ങളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്നീ പാശ്ചാത്യ ആശയങ്ങളായ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും എന്നിവ പറയുമ്പോൾ മറ്റു ചില സംഘടനകൾ, ഉദാഹരണത്തിന് BJP പ്രവർത്തിക്കുന്നത് RSS, വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന ഹിന്ദു മത സംഘടനകളുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടാണ്. എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം, സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ മുഖമുദ്രയെങ്കിലും വികസനത്തിലും പാർഷ്യാലിറ്റി കാണാൻ കഴിയുന്നതാണ്. സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഭ്രഷ്ടാചാരം എന്നുള്ളത്. രാഷ്ട്രീയ അഴിമതി, ഭരണഘടനാപരമായ വ്യവസ്ഥകളെ ദുരുപയോഗം ചെയ്യുന്നത് പൊതുപ്രവർത്തകരിൽ നിന്നും ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന മുഖ്യ കാരണമായി മാറുകയാണ്. നല്ല ഭരണവും സമത്വവും നീതിയും ഉറപ്പാക്കാൻ ഭരണാധികാരികൾ തങ്ങളുടെ അധികാരങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. തരാശ രാഷ്ട്രീയം എന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി നമുക്ക് മുമ്പിലുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ പണം വഹിക്കുന്ന പ്രവണത ഇത് ജനാധിപത്യത്തിന്റെ അസ്തിത്വങ്ങളെ ബാധിക്കുന്നു. ധനികരും പ്രബലരും മാത്രം രാഷ്ട്രത്തിൽ മുമ്പോട്ട് പോകുന്നത് സാധാരണ ജനങ്ങളുടെ പ്രതിനിധാനത്തെ പരിമിതപ്പെടുത്തുന്നു. അതേസമയം ജനങ്ങൾക്കെതിരായ അധികാര ദുരുപയോഗവും പെരുക്കുകയാണ്. ആപത്ത് വ്യാപകത എന്ന ആശങ്ക ജനങ്ങളിൽ നിറയുന്നു. വിശ്വസനീയമായ ഭരണഘടനാപരമായ സംരക്ഷണം ലഭിക്കുന്നില്ല എന്നത് ജനാധിപത്യത്തിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഈ വെല്ലുവിളികൾക്ക് മറുപടിയായിക്കൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിരവധി സാധ്യതകളുമുണ്ട്. യുവജനങ്ങളുടെ രാഷ്ട്രത്തിലുള്ള പങ്കാളിത്തം ഒരു വലിയ പ്രതീക്ഷയാണ്. യുവാക്കളുടെ ശക്തികളും ചിന്തകളും നമുക്കും നമ്മുടെ രാഷ്ട്രത്തെ മുമ്പോട്ട് നയിക്കുന്നതിനും വലിയ സംഭാവനയാണ്. മറ്റൊന്നായി സാങ്കേതിക വിദ്യയുടെ ഉപയോഗം രാഷ്ട്രത്തെ കൂടുതൽ സുതാര്യമാക്കാൻ സഹായകമാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ജനങ്ങൾക്കുള്ള പരിവർത്തനാത്മക പങ്കാളിത്തം വർദ്ധിക്കുകയും ജനങ്ങൾക്ക് ഭരണഘടനയുടെ ഉപയോഗം പെരുക്കുകയും ചെയ്യും. സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെ ആശയശക്തവും വിശ്വസ്തതയും സൃഷ്ടിക്കുന്നതിനായി നാം ഓരോ പൗരനും ശക്തമായ പങ്കാളികളാകണം. ജനാധിപത്യവും നീതിയും സുസ്ഥിരതയും നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തൂണുകളായിരിക്കണം. നമുക്കെല്ലാം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെ പരിവർത്തനാത്മക മാർഗത്തിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കാം. ശ്രേഷ്ഠ ഭാരതത്തിന് വേണ്ടിയുള്ള ഈ യാത്രയിൽ നാം എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശ്രദ്ധിക്കുക, ഹിഫ്ള് വിഭാഗം സോങ് മലയാളത്തിനുള്ള മത്സരാർത്ഥികൾ കോൾ ലെറ്റർ സ്വീകരിക്കാൻ വേണ്ടി വേദി 4-ൽ എത്തിച്ചേരേണ്ടതാണ്. ശ്രദ്ധിക്കുക, ഹിഫ്ള് വിഭാഗം സോങ് മലയാളത്തിലുള്ള മത്സരാർത്ഥികൾ കോൾ ലെറ്റർ സ്വീകരിക്കാൻ വേണ്ടി വേദി 4-ൽ എത്തിച്ചേരേണ്ടതാണ്. വേദിയിൽ മലയാള സ്പീച്ച് മത്സരം തുടരുന്നു. Judges, please note next and last call letter H on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, ജനാധിപത്യത്തിന്റെ ആശാദർശങ്ങൾ പോലും ലംഘിക്കപ്പെടുകയും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ആധുനിക ഇന്ത്യയിൽ ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം നിങ്ങളുമായി സംവദിക്കലാണ് എൻ്റെ ആഗമന ഉദ്ദേശം. അതിന് തൗഫീഖ് നൽകിയ നാഥനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അലാ കുല്ലി ഹീനിൻ വഹാൽ. സമാധാനങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അടിത്തറയുടെയും മേൽ കെട്ടിപ്പൊക്കിയ ഈ രാജ്യത്തിന്റെ അടിത്തറ പലപ്പോഴും ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്, അഥവാ ശിഥിലമാക്കുകയാണ്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിത്തുകൾ പാകാനുള്ള ഏറ്റവും നല്ലൊരു കൃഷിയിടമായി ഇന്ത്യ മാറി. 2 നൂറ്റാണ്ടോളം നിലനിന്ന വൈദേശികാധിപത്യത്തിനെതിരെ പോരാടിയതിനുള്ള അനന്തരഫലമാണ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ നേരിട്ട മുഖ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഒരു രാഷ്ട്ര സംവിധാനം നിലവരുക എന്നതായിരുന്നു. എന്നാൽ 3 വർഷത്തിന്റെ ദൈർഘ്യത്തിൽ പലവിധ ചർച്ചകൾക്കും ഉപരിചർച്ചകൾക്കും ഒടുവിൽ ഒരു രാഷ്ട്ര സംവിധാനം അഥവാ ഒരു ഭരണഘടന നിലവിൽ വന്നു. എന്നാൽ ഈ സമകാലിക സാഹചര്യത്തിൽ ആ ഭരണഘടനയിലെ മഹത്തായ ആശാദർശങ്ങൾ പോലും പലപ്പോഴായി ഫാസിസത്തിന്റെ തീച്ചൂളയിൽ കത്തിയിരുന്നത് നാം ഏവരും കാണേണ്ടി വന്നു. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പാതകൾ കൊട്ടിയടക്കപ്പെടുകയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വാതിലുകൾ മലർക്കെ തുറക്കപ്പെടുകയും ചെയ്തു. സാധാരണക്കാരന്റെ അവകാശങ്ങൾ അടർന്നു വീഴുന്ന ഒരു അറവശാലയായി ഇന്ത്യ മാറി, കേവലം അധികാരത്തിനു വേണ്ടി മാത്രം. നെഹ്റുവിനും ഗാന്ധിക്കും പിന്നിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അണിനിരുന്ന മുൻഗാമികളുടെ പിന്മുറക്കാരെ കീറിമുറിച്ചു, തമ്മിലടിപ്പിച്ചു. ഈ തരം കുതന്ത്രങ്ങൾ എത്രത്തോളം ഫലവത്തായി എന്നതിന്റെ ഉദാഹരണമാണ്, എത്രത്തോളം ഫലവത്തായി എന്നതിന്റെ തെളിവാണ് തുടർച്ചയായ 3 തെരഞ്ഞെടുപ്പുകളിലെ BJPയുടെ വിജയം. കോൺഗ്രസും BSPയും DMKയും CPMും അടക്കം ബഹുഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യൻ മുന്നണിക്ക് കീഴിൽ അണിനിരന്നിട്ട് കൂടിയും അവരുടെ ഭരണകക്ഷിയുടെ എണ്ണം കുറക്കുക എന്നല്ലാതെ അവരുടെ ഭരണത്തെ ചെറുക്കാൻ സാധിച്ചില്ല എന്ന സത്യം നാം ഏവരും തിരിച്ചറിയണം. സമകാലിക ഇന്ത്യയിൽ ദളിതരും ആദിവാസികളും പട്ടികജാതി പട്ടികവർഗങ്ങളും ക്രൂരമായ മർദ്ദന പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു. എത്രത്തോളം എന്നാൽ മണിപ്പൂർ ദേശം എത്തിയിരുന്ന ഘട്ടത്തിൽ എത്രത്തിലുള്ള ഇടപെടലാണ് അധികാര കസേരയിൽ നിന്ന് ഉണ്ടായത്. എന്നാൽ മാത്രമല്ല, കലാപഭൂമി ഒന്ന് സന്ദർശിക്കാനോ അവർക്ക് വേണ്ടി ഒന്ന് വായ തുറക്കാനോ പോലും ആർജവം കാണിച്ചില്ല BJP സർക്കാർ. സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കണം, പലവിധ ജാതിയും മതവും സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന വൈവിധ്യത തുളുമ്പി നിൽക്കുന്ന ഈ രാജ്യത്ത് ഹിന്ദു എന്നൊരൊറ്റ സമുദായത്തിന്റെ സർക്കാരായി ഇന്ത്യ ഗവൺമെന്റ് മാറി. എത്രത്തോളം എന്നാൽ രാജ്യത്തെ പുതിയ പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങിൽ തീർത്തും ഹിന്ദുത്വവൽക്കരിച്ച് ഇന്ത്യയെ അപമാനിച്ചു. വർഗീയത എന്ന വിഷം തുപ്പി ഇന്ത്യയെ ഹിന്ദു എന്നാക്കി, മുസ്ലിം എന്നാക്കി, ക്രിസ്ത്യൻ എന്നാക്കി. മതേതരത്വം പലപ്പോഴായി കാറ്റിലൂടെ പറന്നു നടന്നു. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രാജ്യം സുവ്യവസ്ഥപരമായി മുന്നോട്ട് നീങ്ങണമെങ്കിൽ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികളും ദേശശില്പികളും എന്താണോ ആഗ്രഹിച്ചത് അത് നടപ്പിലാക്കലാണ്. അത് സ്നേഹമാണ്, സമാധാനമാണ്, സഹവർത്തിത്വമാണ്. അതാണ് യഥാർത്ഥ ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യ. അല്ലാഹു തആല നാം ഏവരെയും പൂർണ്ണ സമാധാനത്തോടുകൂടി ഈ രാജ്യത്ത് ജീവിച്ച് മരിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിവരം കുറിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതോടുകൂടി സാനവിയ വിഭാഗം മലയാള പ്രസംഗ മത്സരം അവസാനിച്ചിരിക്കുന്നു.